അങ്ങനെയൊക്കെ പറയൂ. അവതരിപ്പിക്കുന്നു പ്രേമം. നമ്മൾക്ക് നമ്മുടെ പ്രേമം മൂവി ഒരു 1960 എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഉരുളൻ സാധനമല്ലേ കിടക്കുന്നത്. കിടന്ന പട്ടിയുടെ പള്ളക്കെറിഞ്ഞത് കൊണ്ടല്ലേ അതിങ്ങനെ തള്ളക്കി വിളിക്കുന്നത് പോലെ കുറയ്ക്കുന്നത്. ജനാർദ്ദനക്കുറുപ്പ്, എന്റെ മേരി വരാൻ സമയമായി. അവളെ കാണാനാണ് ഞാനും വന്നത്. ഞാൻ കണ്ടിട്ടേ പോകും. എന്നാ നീ കൊണ്ടിട്ടേ പോകും. കാണാമടാ, കാണാമടാ, നിർത്തിയിടാ. നിങ്ങൾക്ക് ആ ജാതിനെ സഹായിക്കരുത്. ഓണപ്പരീക്ഷയായിട്ടും ക്ലാസ്സിൽ പോലും കയറാതെ ഒറ്റയ്ക്ക് സമരം നടത്തുകയാണ് ആ പാവം മനുഷ്യൻ. ചന്ദ്രൻ ടീച്ചർ ഉണ്ടോ? ചന്ദ്രൻ ടീച്ചർ നീതി പാലിക്കുക. എന്റെ പുസ്തകങ്ങൾ മടക്കി തരിക. അതെന്താണ്? പുസ്തകങ്ങൾ നിവർത്തി തന്നാൽ നീ വാങ്ങില്ലേ? കണ്ടില്ലേ, പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ നല്ല മനുഷ്യനെയാണോ കളിയാക്കുന്നത്? ആര് പറഞ്ഞു പാഠപുസ്തകത്തിന് വേണ്ടിയാണെന്ന്? പിന്നെ അല്ലാതെ ക്ലാസ്സിൽ വെച്ച് ഇവന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പാൾ പിടിച്ചെടുത്ത പുസ്തകങ്ങളായ മുത്തച്ചിപ്പിക്കും പോരാട്ടം. അടുത്തിടക്കം മുത്തിച്ചിപ്പിയും ചോദിച്ച് നീ ഹാസ്റ്റലിൽ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്റെ പുറകിൽ കണ്ടുപോകൽ. പുറകിൽ നിന്ന് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം മുന്നിൽ നിന്ന് കാണുന്നതാണ്. ഈ മനുഷ്യൻ നാണമില്ലേ? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല തീരത്ത് കണ്ണണം തന്നെ സത്യത്തിൽ എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത് എന്താണെന്നറിയാം? എന്താണ് ജോർജ്? മേരിയുടെ ചകിരിനാര് പോലത്തെ ഈ പിപ്പിരി മുടിയാണ് എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത്. കാറ്റത്ത് പാറിപ്പറക്കുന്ന ഈ കാർകൂന്തൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മുടി ചേട്ടൻ തന്നെ എടുത്തോളൂ. അങ്ങനെ ജാതിനെ കിട്ടിയല്ലേ മുടി, ഞങ്ങൾ ആൾറെഡി കിട്ടി മുടി. നോക്കി വീട്ടിൽ പോണം. അങ്ങനെ 10ാം തരത്തിലെ ജാർജിന്റെ പ്രളയം 1ാം തരമായി കൊടുങ്ങി. അവിടെ നിന്ന് പ്രീഡിഗ്രി പഠിക്കാനായി ജാർജ് കോളേജിലേക്ക് പോയി. തടിച്ചു പോകുന്നു പെണ്ണെ, നിനക്കൊന്ന് ഓടിക്കൂടി. സാറേ, പണ്ട് ഞാൻ ഒരുപാട് ഓടിയതാ. പക്ഷെ കണ്ടാ പറയത്തില്ല. പക്ഷേ 2 കണ്ടാ പറയും. വിമൻ സാർ, സാർ ഇത്രയും സമയം എവിടെയായിരുന്നു? മലരെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലരെ കേട്ടോടാ. ഓ, പുതിയ അധ്യാപിക മല. അവളെ പിടിച്ചെന്ന് തോന്നുന്നു. പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ അവളുടെ പുറകെ വെറുതെ ഇങ്ങനെ മണപ്പിച്ചു നടക്കാതെ അവളെ ഒന്ന് പീഡിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കും. അല്ല, പ്രണയിച്ചോട്ടെ എന്ന് ചോദിക്കും. എന്ത് പറഞ്ഞാ ഞാൻ അവളെ ഒന്ന് വീഴ്ത്തുക? നീ അവളോട് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ എന്റെ കൂട്ടുകാരനാണെന്ന് പറ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് 4 കൂടെ റബ്ബർ തൈ ഉണ്ടെന്ന് പറഞ്ഞാലോ? എന്തിന് വലിച്ചുകൊണ്ടിരിക്കാനും? എന്നാ ആലപ്പുഴ ഉദയായും തിരുവനന്തപുരം മെർലാൻഡും എന്റെ ആണെന്നങ്ങ് വെച്ച് കാച്ചിയാലോ? അത് മാത്രമാക്കണ്ട, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും നിന്റേതാണെന്നൊക്കെ പറ. അത് അവള് വിശ്വസിക്കാൻ
പാടായിരിക്കും. ശംഖുമുഖം കടപ്പുറവും കൂടി എന്താണെന്നൊന്ന് പറഞ്ഞാലോ? മലര് മലര് ദാ മലർന്നു. ഇനിയും മലർന്ന എന്റെ നട്ടല് പൊട്ടും. ഇളം മണ്ണുണ്ടെ മലര് വരുന്നത്. പോയി ചോദിക്കും. മലരിന്റെ പേരെന്താ? മലരെ നശിപ്പിച്ചു. ഇളം മണ്ണൻ ഗുണാത്മി നേരത്തെ പറഞ്ഞതുപോലെ പറ. ടീച്ചറെ, ഈ റെയിൽവേ സ്റ്റേഷനും ശംഖുവും ഒക്കെ ഇതിലെ പോയാൽ എളുപ്പമെത്തും. താങ്ക് യു. അതല്ല ടീച്ചറെ, അതാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മേസ്ത്രി. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വാവയുടെ പരിപാടിയൊക്കെ അറിയാം. ഭാവിയല്ലോ ജാവ ജാവ. കുട്ടി, വാവ സിമ്പിൾ ആണ്, പക്ഷേ പവർഫുൾ ആണ്. ലോകതോൽവി ഇങ്ങോട്ട് വരും. അല്ല, വാവ സേഫ് അല്ലേ? വാവ സേഫാണ്, പക്ഷെ താൻ സേഫ് അല്ല. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്നെ പറയാ ഒന്നും പറയും. ജീവൻ വേണമെങ്കിൽ മാറിക്കൊള്ളിൻ. സീനിയർ വിദ്യാർത്ഥി ജോർജ് വരുന്നുണ്ട് നിങ്ങളെയൊക്കെ റാഗിംഗ് ചെയ്യാൻ. എൻട്രി പഞ്ച് കാണിക്കാൻ ആരുമില്ലല്ലോ. നിനക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യം. ഞാനിതാ പോടേ. വാടാ, ധൈര്യമുള്ളവന്മാർ വാടാ. നല്ല വാട. അമ്മണി കേമി, ജാതിനെ കളിയാക്കാൻ നീ ആരായി? ഞാൻ മലരെ. നീ മലരുമെങ്കിൽ ഞാൻ ഡൈവടിക്കും. എന്റെ പേരാണ് മല. ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന അധ്യാപികയാണ്. I am Shari teacher. I am Shari. സാരമില്ല ജോർജ്. അല്ല, ജോർജ് എന്താണ് ക്ലാസ്സിൽ കയറാത്തത്? കോളേജിലേക്ക് എനിക്കൊരു ഡാൻസ് കളിക്കണം. ടീച്ചറിന്റെ പരിചയത്തിൽ നല്ല പോലെ ഡാൻസ് ടീച്ചർമാരുമുണ്ടോ? ഒരു ഡാൻസറിന്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതാ കണ്ടോളി. ഈസി സ്റ്റെപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ടഫായിട്ടുള്ള സ്റ്റെപ്പ് വേണം. അതാ ഇങ്ങനെ. നട്ടുച്ചയ്ക്കാണോടാ ജോർജ് എക്സർസൈസ് ചെയ്യുന്നത്? അയ്യോ, ഇത് ആ സൈസ് അല്ല. മലർ ടീച്ചർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു കൊടുത്തതാ. ഓഹോ, അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ. ഇടോ, താൻ ഇവിടെ വായും പൊളിച്ചു നിൽക്ക്. പിള്ളേരിവിടെ സൂത്രം വരെ കാണിച്ചു കൊടുക്കും. എന്നാ ഞാൻ എന്റെ സൂത്രം ഒന്ന് കാണിച്ചാലോ? തന്റെ സൂത്രം താൻ തന്നെ കയ്യിൽ വെച്ചു. ഇടോ ജോർജ്, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ മതി, അല്ലാതെ പഠിപ്പിച്ചിട്ട് പോകണ്ട. അപ്പൊ എവനും അധ്യാപകനായിരുന്നല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഒന്നും മിണ്ടാതിരിക്കണോ? ഇവർ കാണാതെ മലരുമായി സംസാരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആൾമാറാട്ടം. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നു. ജോർജിനെ ഓടിക്കുന്ന കാര്യം ഞാനേറ്റു. ഇടാ ജോർജ്, ഇതാര്? ഇടാ ജോർജ്, വഴി മാറണം മിസ്റ്റർ. ജോർജ്, ഇടാ ജോർജ്. എവനോട് ചോദിക്കാം. മുഖത്ത് വലിയ പറമ്പുള്ള മനുഷ്യ, ഇവിടെ ജോർജ് എന്ന യുവാവിനെ കണ്ടായിരുന്നു? മിസ്റ്റർ, പണ്ട് ആരെങ്കിലും കാണാതെ പോയെങ്കിൽ തന്നെ നിൽക്കുമായിരുന്നു. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോർജിനെ ഞാനെങ്ങും കണ്ടില്ല. ഞാൻ വെറും ഒരു വഴിപോക്കൻ. ശരിയാ, അവന്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം ഇവൻ വടക്കൂന്ന് വന്ന ഏതോ തെക്കനാ. അവനെ കാട്ടിൽ പോയി വിളിച്ചാൽ ഞാൻ അവനെ കണ്ടുപിടിക്കും. വഴി മാറണം. ഇവന്മാരെന്താ കേരള പോലീസ്? ജോർജ്, ഇവിടെ നിന്ന് ജോർജ് ഇവിടെ പോയി. മിസ്റ്റർ, ഇവിടെ നിന്ന് എന്റെ ജോർജിനെ കണ്ടോ? എടി പെണ്ണെ, ഞാനാണ് നിന്റെ ജോർജ്. കല്ല് വെച്ച നുണ. എന്റെ ജോർജിന്റെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ. അയ്യോ, ഇതെന്റെ ജോർജ് ആയിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? അതാ ഇങ്ങനെ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ ജോർജ് എവിടെ പോയി? ജോർജ്, സത്യം പറയും, നിങ്ങൾ എന്റെ ജോർജിനെ കൊന്നുകളഞ്ഞു. മലരെ, ഇത് ഞാനാണ് നിന്റെ ജോർജ്. ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശരി മണ്ടി, ഇതേ ഇങ്ങോട്ട് നോക്ക്. ഈ ജോർജിന്റെ ഒരു ആൾമാറാട്ടം.
ചോദിക്കാൻ നീ ആരാണ് പ്രേം നസീർ? കുട്ടിയോട് ഈ വിമൽ സാറിന് എന്തോ പറയാനുണ്ട്. പറ സാറേ. റെയിൽവേ സ്റ്റേഷനും ശംഖുമുഖം ബീച്ചൊക്കെ ഒന്ന് പോടോ വേട്ടാവളിയ. കുട്ടി ഐ ലവ് യു. അമ്മേ എനിക്കല്ല ഇയാൾക്ക്. അയ്യട മകനെ, അതൊന്ന് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മതം എനിക്കുള്ളതാണ്. അതെങ്ങനെ ശരിയാവും? മലര് എനിക്കുള്ളതാണ്. കേട്ടിട്ടില്ലേ? മലരും വിമലും ഒരു കുടുംബം. ഒരു കുടുംബം. എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാറുണ്ട്. ആരാണയ്യ? ഞാനാണയാ. ഇവിടെ ഞാൻ എവിടെയോ ഓർമ്മിക്കാൻ പറ്റുന്നില്ല അല്ലേ? പാങ്ങാപ്പാറ LP സ്കൂളിൽ നിങ്ങൾ ഡ്രിൽമാഷും ഞാൻ കഞ്ഞിവെപ്പുകാരിയുമായിരുന്നു. അന്ന് കഞ്ഞിയുമായി നിങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങൾ വെറും കഞ്ഞിയായി. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. ഒരിക്കലുമില്ല, ഞാൻ പീഡിപ്പിക്കും. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. അങ്ങനെ എന്റെ കഞ്ഞിയിൽ നിങ്ങൾ പാറ്റയിട്ടു. അപ്പോ ആ പാറ്റ കുഞ്ഞാണോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞ്? അതെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഇന്നലെ കഴിഞ്ഞത് വാസന്തിയൻ, അല്ലാതെ നീയൊന്നുമല്ല. അപ്പോ ഈ നിൽക്കുന്ന മലര് ഇദ്ദേഹത്തിന്റെ മകളാണ്. എന്റെ അച്ഛാ. എന്റെ അമ്മാവൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. മാറി നിൽക്കണ റാസ്കൽ. എന്റെ മകളുടെ പുറകെയാണോ നീ ഇത്രയും നാൾ കറങ്ങിയത്? ഇനി അവളുടെ പുറകെ നിന്നെ കണ്ടുപോകരുത്. വായി നോക്കി എടാ ഉണ്ടാക്കണ്ട, ആ കാര്യം അറിയല്ലേ. എനിക്ക് അവളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ തന്റെ പല ചുറ്റിക്കളയുമ്പോൾ ഞാനിവിടെ പൊട്ടിക്കും. എന്റെ പൊന്നണിയെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അവള് വേണ്ട, അവള് പോണ്ട. ഈ കാണുന്ന സീനെല്ലാം പോണ്ട. അതെ, മലരിന്റെ അച്ഛ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മലരിനെ വിമൽ സാറിന് കൊടുക്കുന്നതല്ലേ നല്ലത്? അശ്ശടാ, അപ്പൊ ഞാനെന്ത് ചെയ്യും? കുറെ നേരമായി ഞാനിവിടെ ആ ഡയലോഗ് ഇല്ലാതെ വായി പൊളിച്ചു നിൽക്കുന്നു. ഈ വായം പൊളിച്ച് അങ്ങനെ തന്നെ നിന്നോ. മലരിന്റെ അച്ഛൻ പറ. മിസ്റ്റർ ജോർജ്, പ്രശംസ. ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ തേടി ഇനിയുണ്ട്. അതിലൊരു കുട്ടിയെ ഞാൻ നിനക്ക് തരാം. തൽക്കാലം ഇവളെ നീ ഇവന് വിട്ടുകൊടുക്ക്. അങ്ങനെ കഴിക്കുവാ. പൊയ്ക്കോ, കൊണ്ടുപൊയ്ക്കോ. പക്ഷേ മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. ഓഹോ, അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എന്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കിയതല്ലേ? ഇന്ന് വിടേ അല്ലേ? എനിക്ക് വേണ്ട, ഇവള് വേണ്ട. ഇതാണ് പണ്ടുള്ള കാരണവന്മാർ പറയുന്നത്. ഉമ്മറിനെ സത്യം ചതിച്ചാൽ സത്യനെ നസീർ ചതിക്കുമെന്ന്. ഇവള് വേണ്ട, ഈ കാണുന്നവന്മാരൊന്നും വേണ്ട. ലവ് വേണ്ട, നമുക്ക് വേണ്ട. ഇവളുടെ ശ്രീമന്തം കോണ്ട. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവന്മാരൊന്നും വേണ്ട. ലവ്